പോർട്ട്ഫോളിയോ ആവട്ടെ, ബിസിനസ് ലാൻഡിംഗ് പേജ് ആവട്ടെ, സ്റ്റാർട്ടിങ് ഫ്രം ജസ്റ്റ് 799 ഇൻക്ലൂഡിങ് ഹോസ്റ്റിംഗ്, ഡൊമൈൻ, വെബ് മെയിൽ, അങ്ങനെ പറഞ്ഞാൽ പോരെ? ഓക്കെ. പിന്നെ ലാസ്റ്റ് ഒരു ഇംഗ്ലീഷ് ടാഗും കൂടി കൊടുക്കല. ഹലോ വാട്സാപ്പ്. അപ്പോൾ നമ്മളിന്നുള്ളത് കറാമ ബുർജുമലാണ്. നവാസിൻ്റെ ഒപ്പമാണുള്ളത്. നവാസിൻ്റെ ഇന്നലെ നമ്മൾ എത്തിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ അല്ലേന്ന്. പക്ഷെ എന്നാണ് നമ്മൾ എന്താ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ എന്താ എത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നവാസിൻ്റെ കമ്പനി ഉണ്ട് ഇവിടെ. ഇപ്പോൾ പുതിയ തുടങ്ങി മാർക്കറ്റിംഗ് മാനേജ്മെന്റ് LLC. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് പരമായിട്ടോ അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റിംഗിൽ എന്ത് പരമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ഇവിടെ കോൺടാക്ട് ചെയ്യാം. ചേക്കങ്ങളെ ബിസിനസിനെ വേറെ ലെവൽക്ക് ഈ പരിപാടിയിലേക്ക് കണ്ടെത്തിക്കും. പിന്നല്ല അപ്പൊ നമ്മൾ പറയാം ചെക്കണ്ട് ഇട്ടാ നമ്മളെ മെയിൻ ആളാണ്. ഈ ബുർജ് ഖലീഫനെ ഇതിനൊക്കെ മറിച്ചിടുന്ന ആളാണ്. അതാ ഫോണിനെ വരെ മറിച്ചിട്ട് ബുർജ് ഖലീഫന്റെ പേരിൽ കേസ് എടുത്ത്. അപ്പൊ നമ്മളിവിടെ മാളില് ഒരു സ്പേസിലാണുള്ളത്. ഇപ്പൊ ഇവിടെ എന്തിനാ വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെക്കൻ്റെ മാർക്കറ്റിങ്ങിന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ്. സീരിയസ് സാധനമാണ്, ഞാൻ ഇടണ്ടായില്ലേ. സീന് കണ്ടന്റ് ആണ്. ഒരു ആകെ എത്ര 10 ടേക്കറ്റേ പോയിട്ടുള്ളൂ. 15 സെക്കൻഡിന്. അപ്പൊ നമ്മളിന്ന് നവാസിന്റെ ഫ്ലാറ്റ് കണ്ടിട്ട്, നവാസിന്റെ ഫ്ലാറ്റ് അതേപോലെ നവാസിന് ഒരു കാറുണ്ട് ഇവിടെ. അതാ ആ ടൂറൊക്കെ നിങ്ങൾ വിഷയം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 2 കാറുണ്ട്. വിഷയം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വിഷയം കണ്ടന്റ്. അപ്പോൾ നവാസിന്റെ ഫ്ലാറ്റ് ടൂറുണ്ട്. അതേപോലെ വണ്ടി നിങ്ങൾ കമന്റ് ചെയ്യും ഏത് വണ്ടിയാണ് നമ്മളിത് കാണാൻ പോണത്. അപ്പൊ നമ്മള് മുസുണ്ട്. അവന്റെ പേരെന്തായിരുന്നു? കോശി എന്നാണ് എല്ലാരും വിളിക്കല്. വണ്ടിയിൽ ചെക്കല അല്ല ഫ്രീക്ക് പയ്യൻ തന്നെ കേട്ടാവേ. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങും. ഇന്ന് നമ്മള് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണ്ടേ. നെയ്ച്ചോറും ഗ്രിൽഡ് ചിക്കനും ഇപ്പൊ പരിപാടി തന്നെ. ഈ ബാള കണ്ടില്ലേ ഇവിടെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വരാം, എപ്പോഴും വരാം. എന്താണ് ഇതിന് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുക? 24 hour ഫ്രീ വൈഫൈ. പിന്നെന്താണ് അനക്കെന്താ പറയാനുള്ള ബുർജുമാനെ പറ്റിയിട്ട്? നമ്മൾ അബുദാബിയിൽ നിന്ന് ഇവിടെ ദുബായിക്ക് വന്നപ്പോ എന്താ പാട്? ഇവിടെ കൊറേ ആൾക്കാരാണ്. അല്ല അത് അങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ അങ്ങനെ ചെക്കന് ആൾക്കാരെ കണ്ടിട്ടാണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അനക്ക് 8 മണിക്ക് മീറ്റിംഗ് ചെയ്യേ? 8 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, നമുക്ക് പോവാം. അപ്പൊ മീറ്റിംഗ് എന്താ ചെയ്യാ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അല്ല നെയ്ച്ചോറുണ്ടാക്കണ്ടേ? നമ്മള് ഇനി ഇൻഷാ അല്ലാ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഇനി അവിടുന്ന് കാണാം, ഫ്ലാറ്റിൽ നിന്ന് കാണാം അല്ലേ? യാല യോലോ. നമ്മളിപ്പോ നവാസിന്റെ ഫ്ലാറ്റിലെത്തിയാണ്. അപ്പോൾ നവാസിന്റെ അവിടെ നമ്മൾ പൂളിക്ക് പോവാണ് ഫ്ലാറ്റിൽ നിന്ന്. പിന്നെ HCയിലാണ് നമ്മളെ പൂള്. പിന്നെ നമ്മളെന്താ ഐപാഡൊക്കെ മാറിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണ് ചാർജിൽ ഇട്ടിക്കണ്. അതുകൊണ്ടാണ് ഐപാഡൊക്കെ മാറിക്കണ്. അതാണ് നമ്മളെന്തിനു വേണ്ടി. ഇനിയിപ്പോ നോക്കിയന്റെ ഫോണാണെങ്കിൽ പോലും നമ്മള് വീഡിയോ എടുത്തിട്ട് ബാക്കി എന്ത് പരിപാടിയുള്ളൂ. അപ്പൊ നമുക്ക് നവാസിന്റെ ഫ്ലാറ്റ് ടൂർ ആണ് ഇന്ന്. എത്തിയ കണ്ടന്റ് ക്രിയേറ്റർ മുസമ്മിലിനോടൊപ്പം തത്സമയം എന്റെ പേരെന്താ? മന്ദം പൂളിലേക്ക് കടക്കുകയാണ്. ആൾക്കാരുണ്ടാ? ഓ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഫസ്റ്റ് നമ്മള് കോണിലേക്ക് കയറുക. പിന്നെ ഈ ഫ്ലാറ്റ് ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ. അപ്പൊ നമ്മളിതാ മുകളിലെത്തിക്കണ്. ഡബിൾ ട്രീ ഹിൽട്ടണിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഹിൽട്ടണിലായിരുന്നു വരും മുമ്പ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടേക്ക് മാറി ടോപ്പിലെത്തിന്ന്. ഇവിടെ നല്ല അടിപൊളി ഇരിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്, പിന്നെ നിൽക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. ഞങ്ങനത്തെ കണ്ണൂസന്മാരുണ്ട്. നവാസ് പൂള് കാണിച്ചാട്ടെ. ഏതാണ് പൂള്? ഏതാ വ്യൂ? ടോപ്പില് പൂള്.
ടോപ്പിൽ പൊളി. നമ്മളൊന്നും കുളിക്കണില്ല എന്തായാലും, കാരണം നമുക്ക് എന്താണ് ഫുഡ് ഉണ്ടാക്കാണ്ട് അതുകൊണ്ട് കുളിക്കണില്ല. കാരണം നമ്മളിപ്പോ ഇതൊന്നും എന്തായാലും കാണണല്ലോ ഇപ്പൊ. ആ ഇതാട്ടെ ഇവിടെ നിന്നുള്ള വ്യൂ. ഓ ഇവിടുന്ന് കാണുമ്പോ തന്നെ ചാടാൻ തോന്നുന്നു. നല്ല ക്ലിയർ ഉണ്ട് അല്ലേ? അപ്പുറത്ത് അതിനെക്കാട്ടി നല്ല വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നവാസ് ഇതാ നമ്മളെ അപ്പുറത്ത് കൊണ്ടുപോവാണ്. ഗാലക്സി. പിന്നെ കുറച്ചൊരു ഷെയ്ക്ക്നെസ് ഉണ്ടാവും, അത് ഐപാഡ് ആയതുകൊണ്ടാട്ടോ. ഇവനെ അപ്പുറത്ത് അതിനെക്കാട്ടി വ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ നമ്മൾ പ്രോപ്പർ നമ്മൾ കറാമയുടെ മധ്യഭാഗത്താണുള്ളത്. ഓ ഇവിടെ ഫ്രെയിം ഉണ്ടല്ലേ? ഓ ഏതാ വ്യൂ, നിങ്ങളിത് കാണുക. കറാമിയിൽ ജവാസിന്റെ വീട്ടിൽ നിങ്ങളിത് കാണുക. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ അപ്പുറം നോക്കിയാൽ ബുർജ് ഖലീഫ, ഇപ്പുറം ഖലീഫ ഉണ്ട്, ഖലീഫ. ഇപ്പുറം നോക്കിയാൽ ദുബായ് ഫ്രെയിം. പിന്നെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേതാ ബിൽഡിങ്? അൽ നാസർ സ്റ്റേഡിയം. പിന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ദുബായ്. അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതെ. പിന്നെ നല്ല പൂള് സെറ്റപ്പ്. ഓ ഏതാ വ്യൂ, ഏതാ സാധനം. ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോ തന്നെ നമുക്കൊന്ന് ചാടാനൊക്കെ തോന്നും. അമ്മാരി വൈബാട്ടാ. ഇനി വലിയൊരു സർപ്രൈസ് വരുന്നുണ്ട്. അതിന് നമ്മൾ ബേസ്മെന്റിൽ പോണോ? അത് കണ്ടവര് നെട്ടോ? ആടൊക്കെ ആ എളിമ നോക്കി, ഒന്നില്ലാത്ത മാതിരി. അവിടുന്ന് വ്യൂ നോക്കി ഇങ്ങോട്ടോ. ഇങ്ങോട്ടോക്ക് ഏതാ വ്യൂ നോക്ക്. ഫ്രെയിമാണോ നിക്കണേ? ഇങ്ങോട്ടോക്ക് സൈഡ് ലെഫ്റ്റ് റൈറ്റ്. ആ ഫ്രെയിം നോക്ക്. CG എടുക്കാനുള്ള സാധനം അതാ എടുക്കണേ. രാവിലെ 5x ഇട്ടാ മതി, അല്ലെങ്കിൽ 2x ഇട്ടാ മതി. ഇൽട്ടണെക്കാട്ടി അടിപൊളി വ്യൂ ഇതാ. ഇൽട്ടൺ അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ട് നവാസ് അതിനുള്ള 50 റംസ് അല്ലേ? 150 റംസ് 50 റംസാ ദുബായ് ഫ്രെയിം. നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. ദുബായ് ഫ്രെയിമിൽ എത്ര രൂപയാണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ എന്താ ഇന്നതിൽ കാണിക്കാന്ന് വെച്ചാൽ, ഈ ഐപാഡ് തിരിക്കാൻ ഒരു വഴിയില്ല. ഒരാള് വന്ന് തിരിച്ചേണ്ടി വരുമോ? ഇങ്ങനെ തിരിക്കാലോ. അപ്പൊ നമ്മളിപ്പോ ഫ്രെയിമിന്റെ ആണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ജസ്റ്റ് മാർവലസ് ആൻഡ് ഫാന്റാസ്റ്റിക് ആൻഡ് ബബ്ലാസ്റ്റിക് വ്യൂ അറ്റ് ദേർ. പിന്നെ ഇതിലൂടെ ഒരു എക്സിറ്റും കൂടെ ഉണ്ട്. ഇതിലൂടെ ഒരു എക്സിറ്റ് പറയാനില്ല. നമുക്ക് വേണ്ടിട്ട് നവാസ് കൂടെ ഒരുക്കിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ച ഗംഭീരമായിട്ടുള്ള. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് ബേസ്മെന്റിൽ. അപ്പൊ നിങ്ങൾക്ക് അളക്കാം നമ്മൾ ഈ ക്യാമറയുടെ ബാക്കിലുള്ള നവാസ് ആരാണെന്ന്. ആരാന്നല്ല സാധനം കണ്ടോ? ഇവൻക്കും അറിയില്ല എന്താ സാധനം. ഓനക്ക് സർക്കാർ അറിയെങ്കിലും പറയരുത്. യൂട്യൂബ് അത് കണ്ടിട്ടില്ല. ഇക്കറിയാം, ഓനക്കറിയാം. മണ്ടേ അങ്ങനല്ലേ നമ്മളെല്ലാരും അങ്ങനെ നിൽക്കല്. അപ്പൊ നമ്മക്ക് ഇനി ബേസ്മെന്റിലേക്ക് ഇങ്ങനെ മന്ദം നടക്കാം. അതിനെ ഇങ്ങനെ എടുത്ത് ലാഗ് അടിപ്പിക്കണില്ല. നമ്മളിതാ അടുക്കളയിലാണുള്ളത്. ചിക്കനൊക്കെ കഴുകിയിട്ട് സ്റ്റൈലാക്കണ്ട മതി. നമ്മള് ചിക്കന് ഇത് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ നെയ്ച്ചോറിന്റെ പരിപാടിയിലേക്ക് തുടങ്ങും. ഞാൻ ഇപ്പൊ നെയ്ച്ചോറിന്റെ പരിപാടിക്ക് നിൽക്കും എന്തായാലും. അപ്പോ ആ മാഗ്നേറ്റിംഗ് പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തിട്ട് നൈസായിട്ടൊന്ന് ചെറിയ ഗ്രേവി ടൈപ്പ് ആക്കും. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും ലാസ്റ്റ്. ആയിക്കോട്ടെ, വേഗം ചെയ്തൂടായി. അപ്പൊ ഇനിയിപ്പോ നവാസിന്റെ സ്വന്തം മസാല ചിക്കൻ ഞാൻ ഓൺകു ഇട്ടെടുത്ത്, നെയ്ച്ചോറ് നമ്മള് ഏറ്റെടുത്ത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതിന്റെ ഒരു പരിപാടി. ഇതാണ്ട് അവിടുത്തെ കിച്ചൺ വരുന്നത്. ഇനി ഹോം ടൂർ നമ്മള് ചെയ്യും. ഇതാണ്ട് കഴിഞ്ഞിട്ട് ചെയ്യാച്ചിട്ടാണ്. ഓക്കെ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് കാണാതെ ആരും പോകരുത്. സർപ്രൈസ് ഈ വീഡിയോന്റെ അവസാനം വരിക.
എന്താ പറയാനുള്ള ആ സർപ്രൈസിനെ പറ്റിട്ട് ഓനക്കൊന്നും പറയാനില്ല കാരണം ഓൻ ഭയങ്കര ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. അല്ല നമ്മള് നെയ്ച്ചോറിന്റെ പരിപാടി നോക്കട്ടെ. അപ്പൊ നമ്മൾ അരിയൊക്കെ എടുത്ത് സെറ്റ് ആയിക്കണേ. അപ്പൊ നമ്മൾ എത്ര ഗ്ലാസ് എടുത്ത്? 3.25 ഗ്ലാസ് അരി നമുക്ക് വാഷ് ചെയ്യാം. അരി വെള്ളത്തിലിട്ട് കണ്ട് ഇതൊക്കെ ഇട്ട് കണ്ട് അങ്ങനെ ചെയ്യാലോ. അല്ല, അതിന്റെ പശപ്പ് കളയാ. അരി വറുത്തിട്ട് വർക്കല്ലടാ. ഇപ്പൊ ഒന്ന് കേക്കിട്ട് ഈ വൈറ്റ് ഇതിങ്ങനെ ഒന്നിങ്ങനെ കൊടുത്തിട്ട് ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ ആ പൊടി ഇങ്ങനെ കളയാ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് കേക്കിട്ട് ആ ഒരു പശപ്പ് പിന്നെ ഇതിടുക കുക്കറിൽ സാധനം അയച്ചവര്. അതാ ഉള്ളി ഇല്ലായിരുന്നു. അപ്പൊ ഉള്ളി മേടിച്ചുകൊണ്ട് നവാസ് നമ്മളെ റണ്ണൗട്ട് ആവാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമ്മളിതാ അരിയൊക്കെ കേൾക്കി സെറ്റായിരിക്കണ്ടേ. കുക്കറൊക്കെ എടുത്തോ. ഇനി ഉള്ളി ഒന്ന് കുനുകുനാന്ന് അറിയുക. ഇത് നാട്ടിന് ചോൽ കളയാ ഫസ്റ്റ്. ഞാൻ തന്നെ ക്ലീൻ ആക്കേണ്ടി വരും. എടാ ഞങ്ങളൊക്കെ കണ്ടില്ലേ, ഞങ്ങളെ ഗസ്റ്റിന്റെ ടൈം കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ വന്നിക്കടാ. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. നമ്മൾ എയർ ഫയറിൽ ചിക്കൻ ഇടാൻ പോകുന്നതേ ഉള്ളൂ. കുക്കർ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. നവാസിനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒരെണ്ണ വേദി. അതെന്ത് ഗ്യാസിൻ്റെ അതെ ആ വയറുകൾ റെഗുലേറ്റർ. ഓക്കെ. അപ്പൊ നമ്മള് പരിപാടിയിലേക്ക് എന്താണ് പൊട്ടമ്പുളിയാ? നമ്മള് നെയ്യിലേക്കാണ് കടക്കാണ്. എല്ലാ ചോറിന് പിന്നെ പെട്ടാല് നമ്മള് നെയ്യൊക്കെ ചാലിച്ച് വിട്ടിരുന്നു. തഴുകി വിട്ടിക്കണേ. കുറച്ചും കൂടി നെയ്യ് കൊടുക്കല്ലേ? പവർ വർക്കല്ലേ ചെയ്യും. എല്ലാരും കൂടി ഉറങ്ങുമോ? ടൈമൊക്കെ എടുത്തി നമ്മൾ നെയ്യിട്ട് ശേഷം നമ്മള് കുറച്ച് ഫ്രൈ പാൻ കൊണ്ട് ഇങ്ങനെ വരിക്കണ്ട, ഒന്നും വരിക്കണ്ട. അതൊക്കെ ഈ പറഞ്ഞതാണ്. ഇതിനെക്കാട്ടി പൊട്ടിത്തരാണെങ്കിൽ അടുത്ത ഘട്ടങ്ങളില് നമ്മളായിട്ട് അതിന് ശേഷം നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ച പട്ട, പൂവ് എന്നിവയുടെ സാധനങ്ങൾ ഇതിലേക്ക് കൊടുക്കുക. സ്പൈസസ് ഫ്രോം കേരള. നമ്മൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതല്ല. അതെ അതെ. എണ്ണകൾ ചെറുതായിട്ട് ചേർക്കും. ഗ്യാസ് കൂടുതലാണ്, കുറച്ച് വെക്കുക. നമ്മള് ഗ്യാസ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചത് ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കുക. ഇത് കരിയോ ഇതിന് അത് ഭയങ്കര തീയുള്ളത് തീയിലോട്ട് വെക്കണം. നമുക്ക് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മള് നെയ്ച്ചോറ് കരിഞ്ചോറാവും. ഇതിലേതാ മൂന്നാമത്തെ? ഈ ലാസ്റ്റത്തെ നമ്മള് മറ്റത് നമ്മളെ മുന്നേ നെയ്ച്ചോറ് അല്പയാവും. അപ്പൊ തന്നെ കരിഞ്ഞിക്കുന്ന ആൾക്കാര് എന്ത് ചെയ്യാ? ഇപ്പൊ ഉണ്ടാവില്ലല്ലോ. നെയ്യില് കരിഞ്ഞല്ല, തീയിൽ കുരുത്തവൻ പാടില്ല എന്നുള്ളതായിരിക്കും. ഉള്ളി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ പടപടാന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കണം. ഉള്ളി ഇടുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വാട്ടിയതിന് ശേഷം ബാക്കി ഉള്ളികളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിം ചെയ്യുക. ഇതിൽ ഉള്ളി ഇങ്ങനെ വാടി കുറച്ചുകൂടി പവറിന് നെയ്യ് കൊടുക്കണം. അതല്ലേ ഉറങ്ങും. കുറച്ചുകൂടി നെയ്യ് കൊടുക്കണം. അടിക്ക് പവർ ഓർക്കണ്ട, റിച്ച് ഫീൽ ഉണ്ടാവട്ടെ. റിച്ച് ചോറായിക്കോട്ടല്ലേ? നെയ്യ് അതിന് അധികം നമ്മൾ കൊടുത്തിട്ടോ നീ മുന്നേ. ഈ വെള്ളത്തിന് നെയ്യ് ഒഴിക്കണമെന്നല്ലേ നമ്മളതിന്റെ വെള്ളം ഒഴിക്കില്ല. അപ്പൊ അതിന്റെ കൂടെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്.
കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മള് ഭയങ്കര രണ്ടാമത്തെ വീഡിയോ പക്ഷെ നമ്മള് ഭയങ്കര അടിപൊളിയാണ്. ലാസ്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ബൈറ്റ് ആണ് ചെയ്തോണ്ടിങ്ങനെ. അപ്പൊ നമ്മളിനി ചോറ് എടുത്തിട്ട് ഇതിലേക്ക് ഉണ്ടാവും. ഇനിയിങ്ങനെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാം. നല്ല അതുകൊണ്ട് സെറ്റ് ആവണം. റോസ്റ്റ് ചെയ്യുമ്പോ അരി ഒടയാണ്ട് നോക്കണം. അതെ, എന്താണ് എന്താ പിന്നെന്താ ഇതേതാ വേറൊരു ബെഡ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ. പോയി പടം കണ്ടോ, പോയി പടം. അവിടെ കൊണ്ട് പടം ക്ലൈമാക്സ് ആകുമ്പോ ചോറിട്ടാണ് വരും. നെയ്യിന്റെ കുറവുണ്ട്. നെയ്യ് കൊടുക്കാം. നെയ്യ് എപ്പോഴാന്ന് പറയാം, വെള്ളത്തിൽ കൊടുക്കാം. വെള്ളത്തിൽ ഉപ്പിടാൻ കിട്ടോ, മറക്കരുത്. ഉപ്പിട്ടിട്ട് എങ്കിൽ പോയി മക്കളെ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം ഇനി വേണമെങ്കിൽ കട്ട് ചെയ്താണ്. അങ്ങനെ നമ്മള് കുക്കർ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ചോറ് സെറ്റ് ആവും, ഇപ്പൊ സെറ്റ് ആവും. അപ്പൊ നമ്മൾ ലാസ്റ്റ് ചോറ് ഊറ്റിയ ശേഷം വാട്ട് നവാസ് എന്തൊക്കെ ചെക്കൻക്ക് എന്തൊക്കെ ഒരു ഡൗട്ടാണെന്ന് അറിയാം. ഇനി അടുത്ത ചിക്കന്റെ പരിപാടികളിലേക്കാണ് നമ്മൾ കടക്കാൻ നിൽക്കുന്നത്. അതിലങ്ങനെ ഇരുന്നാണ്ട് ഇതായിക്കോളും. അപ്പൊ ഇനി ചിക്കൻ ആൻഡ് പരിപാടികളിലേക്ക് നമുക്ക് നോക്കാം. അത് കണ്ടില്ലേ, ഒന്നിന് ചെയ്യട്ടാള് ആളെ അവസരമായതുകൊണ്ട് അതാ കുക്കർ ഒരു വിസിലടിക്കുന്നു, വിസിലുകൾ അടിക്കുന്നു. അവസരമായോണ്ട് അല്ലെങ്കിൽ സെറ്റാ. ഇത് കണ്ടില്ല, 2 ലേസ് നമ്മളത് ഒരാള് കൊടുന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് ഇത് കണ്ടില്ല, പടം കണ്ട് ഇങ്ങനെ ഇരിക്കണേ. എന്താ റമദാൻ മാസം കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞ പിന്നെന്താണ് പിന്നെ അബുജായിൽ അവിടെ എന്ത് ഈ കുട്ടികളൊക്കെ കഥ. നെയ്ച്ചോർമണം കേട്ടോ, ഒരു വിസിലടിച്ചിട്ട് നമ്മളെ കുക്കറ്. അപ്പോൾ നമ്മളൊന്ന് അടുത്ത വിസിലടിക്കുമ്പോൾ ഇതിനൊന്ന് ഓൺ ടൂർ ചെയ്യാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഡോർ തന്നെ. മെയിൻ ഡോറിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ റൂമിൽ എന്താണ്, ഈ റൂമിൽ നമ്മൾ വാഷിംഗ് മെഷീൻ സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ അതാണ് ആ ഒരു വ്യൂ കണ്ടോ, അത് കറാമയിലെ ജംപ് സ്പോട്ട് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ സ്ഥലം വരുന്നത്. പെയിന്റിങ്ങിനോടെ കുറച്ച് ഇതുള്ള. പിന്നെ ഇത് ബാത്റൂമാണ്, അതൊന്നും കാണിച്ചു തരണമെന്നില്ലല്ലോ. പിന്നെ ഇവിടെ ഇങ്ങനെ, അവിടെ അങ്ങനെ, പിന്നെ ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് പരിപാടിയാണ്. അതാ ഇത് ഇതിനിപ്പോൾ ഫ്രീ ഇത് മേടിച്ചപ്പോ. പിന്നെ എങ്ങോട്ടാണ് പോയി കഴിഞ്ഞാൽ എന്താ പറയും, വെള്ളമുണ്ട്. ഇനി ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. അതല്ല മോനാ ഒരു വ്യൂ കണ്ട ദുബായിയുടെ മധ്യ. പിന്നെ ഇതിന്റെ അടിയിലേക്ക് മെട്രോ ഇങ്ങനെ പിടിക്കാൻ തന്നെ പേടിയുണ്ട്. ഇതിന്റെ അടിയിലേക്ക് അങ്ങനെ മെട്രോ, ഈ സൈഡിലേക്ക് അവിടുന്ന് അണ്ടർഗ്രൗണ്ട് ആവുകയാണ് മെട്രോ. ഈ പണ്ട് ഇവിടെ ഇരുന്ന് നവാസ് നിന്നിരുന്നത് ദൈൽട്ടണിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യാ, ഏതാ സ്ഥലം, ഏത് മൂട്. ഇവിടെ നിന്നിട്ടാണ് നമ്മളെ ഫുഡൊക്കെ കേൾക്കൽ. അടുത്തതായി ഞങ്ങൾ ചിക്കന്റെ വീട്ടുകാർ നടത്തുന്ന കലാപരിപാടികൾ. ഓക്കെ, നമ്മളപ്പോൾ 2 വിസിൽ അക്കംപ്ലിഷ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. നമ്മുടെ മാഗ്നറ്റ് ചെയ്ത പീസുകൾ, 1/4 പീസുകൾ, ഇനി നടു പീസുകൾ, അത് കഴിഞ്ഞ് ഒടുക്കത്തെ പീസ്, വാരിയല്, എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഏർപ്പാടാക്കുന്ന നവാസ്. അപ്പൊ നമ്മളെ ചിക്കൻ പൊട്ടിക്കുകയാണ്. ചിക്കൻ പൊട്ടിക്കൽ മകളെ. അപ്പൊ ഇനി അടുത്ത ചിക്കൻ പൊട്ടിക്കൽ കഴിഞ്ഞാൽ നെയ്ച്ചോർ പൊട്ടിക്കൽ. റിയൽ സ്റ്റോക്കാണ് ഗൈസ് ഒലിച്ച് വരുന്നത്. എന്തിനാണ് സ്റ്റോക്ക് ഇത് പൊളിച്ച നെയ്ച്ചോർ നമ്മൾ ഇവിടെ നെയ്ച്ചോർ
ഒരു റിയൽ ഫീൽ. ഇനി ഇതിലേക്ക് നമ്മള് കുറച്ച അണ്ടിപ്പരിപ്പുകൾ നമ്മളെടുത്ത് ഇങ്ങനെ ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റായി. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ മല്ലിച്ചപ്പല്ലേ മല്ലിച്ചപ്പുകൾ ഇട്ടുകൊണ്ട് നമ്മളെ പരിപാടികൾ ഇവിടെ പരിപാടികൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ചിക്കൻ എന്താക്കണ്ടേ മറ്റേനാക്കണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാറ്? അപ്പൊ നമ്മള് ചിക്കൻ ചോറ് ദമ്മ് പൊട്ടിച്ചതിന് ശേഷം നമ്മളത് ചിക്കനിലേക്ക് എത്തിയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള നവാസിൻ്റെ മസാലയും അതിനാഫ്റ്റർ ഇന്ത്യൻ മസാലയും കൂടി ചേർന്നുകൊണ്ട് ഒരു ഫ്യൂഷനായി മാറുക. ഒരു ഫ്യൂഷൻ സാധനമാക്കിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ചോറിലേക്ക് മാച്ചബിൾ ആയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പുകൾ പരിപാടികളൊക്കെ ഇട്ടുകൊണ്ട് അധികം ഓവറാക്കാതെ, എനിക്ക് ഓവർ സ്വീറ്റ് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണാം. ഇനിയൊരു ഫുഡ് അടിയിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മളിതാ ചോറ്, അച്ചാറ്, ചിക്കൻ, വൈബ്, ബാർസലോണൻ്റെ കളി മച്ചാനത് പോരളിയാ തറതും വേണ്ടേ ഇടേ തൊടപ്പീസൊക്കെ ഉണ്ടല്ലോ. നമ്മളെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. എന്ത് ആന്ന് ഇവിടെ അല്ല ട്ടാ ഭേദം കൂടി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റ്, ഫുൾ എനർജി ഉള്ളതാ നമ്മളാ സർപ്രൈസ് സാധനത്തിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ ചെരുപ്പ് അതിന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ബേസ്മെൻറ്റിലാണ് ആ സർപ്രൈസ് ഉള്ളത്. ഷുവറായിട്ടും സർപ്രൈസ് ആയിരിക്കും. സർപ്രൈസ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ഞാൻ തരും. ആകെ 200 ആൾക്കാർ കാണുള്ളൂ, പേടിക്കണ്ട. അപ്പം നമ്മൾ ആ സർപ്രൈസിലേക്ക് നമ്മൾ 3 ആൾക്കാരും ഫുൾ സെറ്റായിട്ട് പോണ്. ഏതാ കോസ്റ്റ്യൂം ഹോളിവുഡ്. അപ്പം നമ്മൾ ലിഫ്റ്റിലേക്ക് നടക്കുക, നടക്കുന്നില്ല നമ്മുടെ പിള്ളേർ. ഒക്കെ ഇനി അടിയെത്തിയിട്ട് കാണാൻ. ഈ ചിലവർക്കൊക്കെ ഒരു ക്ലൂ തരാം. ഇത് ഈ ഒരു കീൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങള് മനസ്സിലാക്കി എന്താണ് നമ്മളവിടെ കാണിക്കാൻ പോണത്. എന്താ പറയാ, അവർക്ക് കിട്ടോ കിട്ടോ കിട്ടും കിട്ടുന്ന ഇതെങ്ങനെ കിട്ടും? അതിന്റെ ഐഫോൺ. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇതല്ല വണ്ടി. അപ്പോൾ ഇതാണ് വണ്ടി, ഇതുമല്ല വണ്ടി. ഇനിതാ അങ്ങോട്ട് നോക്കി, അതൊക്കെയാണ് വണ്ടി. അതൊന്നുമല്ല വണ്ടി, കാരണം കുറച്ചാണ് നടക്കാണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കണ്ടതില്ലേ ഓരോന്നൊന്നുമല്ല എന്ന് തോന്നും. അടുത്ത സാധനം കാണുമ്പോൾ നമ്മളെ വണ്ടി ഇതാ ഇതാ മക്കളെ. അജിയ നീ ഏതാണ് ചെറിയ കളികൾ നമ്മളില്ല. ഇതാ ഓണറിന്റെ അളിയൻ, അല്ല അളിയന്റെ ഓണർ. അത് നമ്മളിതാ ചെറിയ പരിപാടികളൊന്നുമില്ല. നമ്മളെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, ഡോർ തുറക്കൂ ഡ്രൈവർ. എന്താ ചെയ്യാ, പിള്ളേർക്കൊന്നും ഇതില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ കോക്ക്പിറ്റ്, ഡ്രൈവിംഗ് സീറ്റ്. ബാക്ക് ഇത് കൂടെ അങ്ങനെ കയറില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഏതാണ് ഇത് റൈത്തൺ, റോൾസ് റോയ്സ് റൈത്തൺ. അപ്പൊ നമ്മൾ റൈത്തണിന്റെ മുന്നിലാണുള്ളത്. ഇനി നമ്മൾ ഇന്റീരിയറിലേക്ക് നമുക്ക് പോവാം. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ലൈറ്റ് ഓടാ ഇല്ല, അതൊക്കെ നമ്മൾ നോക്കിയിട്ടേ ഉള്ളൂ. ഓ, അങ്ങനെ നമ്മൾ വണ്ടിയിൽ വലതുകാൽ വെച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ റൈഡൊക്കെ പോയിട്ട് നമ്മൾ വരാം. ഏതാ ഒരു ലുക്ക്, എന്താ സാധനം. വണ്ടിയുടെ നമ്പർ 9865.
നവാസ് അവർകൾ കോക്പിറ്റിൽ, നവാസിൻ്റെ ഒപ്പം കോശി അവർകൾ, ഞാൻ അവർകൾ. അങ്ങനെ നവാസ് വണ്ടിയുടെ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് കാണുക, ദ ഗാലക്സി വൈബ്.